ടു സ്റ്റുഡന്റ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മാത്സ് ആണ്. ഓക്കെ, മാത്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ദാറ്റ് ഈസ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് അതേപടി നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് പറയുന്നത് സമയത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതൊരു വീഡിയോ ആണ്, സോ വീഡിയോക്ക് സമയത്തിന്റെ പ്രശ്നം നല്ലോണമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ റാപ്പിഡ് കോഴ്സിന്റെ കാര്യമൊക്കെ മക്കൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റാപ്പിഡ് കോഴ്സ് ഇത്ര മാസത്തിന് ദാറ്റ് ഇസ് ഫസ്റ്റ് ബാച്ച് റാപ്പിഡ് കോഴ്സ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. സെക്കൻഡ് ബാച്ച് റാപ്പിഡ് കോഴ്സ് ഇപ്പോൾ തുടങ്ങും. ഫെബ്രുവരി 5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് വിത്തിൻ 1 month ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ആൻഡ് ബയോളജി ഉണ്ട്. സോ ഇതെല്ലാ സബ്ജക്ട്സ് നമുക്ക് ഫോക്കസ് ഏരിയ ബേസിക് ക്ലാസ്സസ് ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം വഴി നടത്തുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് ഫർദർ ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പേഴ്സ് പ്രൊവൈഡ് ആണ്. സോ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാം. നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇതിനകത്ത് നമുക്ക് 3 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണുള്ളത്. 2 ഫോക്കസ് ഏരിയ ടോപ്പിക്സേ ഉള്ളൂ കേട്ടോ. സംഭവം അതിനകത്ത് കുറച്ചൊന്നും ഉണ്ടെന്നുള്ളതാണ്. ഫംഗ്ഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് എന്താണ് ഫംഗ്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കാം. സോ ഫംഗ്ഷൻ നമുക്ക് 2 തരത്തിലുള്ള ഫംഗ്ഷൻ ആണ്, 1 ഫംഗ്ഷൻ ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, 1 ഫംഗ്ഷൻ അല്ലെ. 1 ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം. ശ്രദ്ധിച്ച് കേൾക്കുക, ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ ഇമേജിനും എല്ലാ എലമെന്റിനും ഒരു പ്രീ ഇമേജ് വേണമെന്ന് നിർബന്ധമില്ല. കണ്ടു, 25 പ്രീ ഇമേജ് ഇല്ല, പക്ഷെ ഇവിടെയുള്ള എല്ലാ എലമെന്റുകൾക്കും ഇവിടേക്ക് മാപ്പ് ചെയ്യും. ഇതാണ് പ്രത്യേകത. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഇസ് ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷന്റെ പ്രത്യേകത എല്ലാത്തിനും ഒരേ ഒറ്റ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് തന്നെ, അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നിൽ നിന്ന് 2 എണ്ണത്തിലേക്കോ ഒന്നിൽ നിന്ന് 2 എണ്ണത്തിലോ ഒരെണ്ണം, അങ്ങനെ എങ്ങനെയാണെങ്കിൽ മാപ്പിംഗ് 1 to 1 ഓൺ ടു എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലുള്ള എലമെന്റുകൾക്ക് എല്ലാത്തിനും മാപ്പിംഗ് വേണം, അല്ലെങ്കിൽ പ്രീ ഇമേജ് വേണം. മനസ്സിലായില്ലേ? രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായില്ലേ? 1 ഫംഗ്ഷന്റെയും ഓൺ ടു ഫംഗ്ഷന്റെയും വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഇസ് ഈക്വൽ ടു, എ എന്ന് പറഞ്ഞൊരു സെറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് 4 5 6 7. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1 4 2 5 3 6. Okay, be a function from A to B. Show that f is 1 1. f 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ 1 1ന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് വരയ്ക്കാം, നമുക്ക് വരച്ചു നോക്കാം. മാപ്പിംഗ് വരച്ചു നോക്കാമല്ലോ, വരയ്ക്കാൻ പറ്റുന്നതല്ലേ? സോ നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ആൻഡ് ബി എന്ന് പറഞ്ഞ സെറ്റിൽ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട് ആൻഡ് 7 ഉണ്ട്. സോ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ 1 എന്ന എലമെന്റ് 4ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ അല്ലേ? ആരോ 2 എന്ന് പറഞ്ഞ എലമെന്റ് 5ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ അല്ലേ? 3 എന്ന് പറഞ്ഞ എലമെന്റ് 6ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ അല്ലേ? എന്താ ഫംഗ്ഷൻ? 1 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണതല്ലേ. 1 1ന്റെ കണ്ടീഷൻ എന്തായിരുന്നു? എല്ലാ എലമെന്റിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം, പക്ഷെ സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് വേണമെന്ന് നിർബന്ധമില്ല. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാ എലമെന്റിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ട് ആൻഡ് ഇതിലുള്ളതിന് പ്രീ ഇമേജ് ഇല്ല. ആ ഒരു കണ്ടീഷൻ ഇല്ല, വേണമെന്ന് നിർബന്ധമില്ലല്ലോ. സോ ആ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ദാറ്റ് ഈസ് എഫ് എസ് 1 1. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ന്യൂമറിക്കൽ, ഒരു നമ്പർ അടങ്ങിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? പക്ഷെ നമ്പർ അടങ്ങുന്ന ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. വേരിയബിൾസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. സോ ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ, ബിക്കോസ് എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ് n be the set of natural numbers. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയിട്ട് എടുക്കുക. കൺസിഡർ ദ ഫംഗ്ഷൻ f from n to n. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f from n to n ആണ്. നാച്ചുറൽ നമ്പേഴ്സ് തൊട്ട് നാച്ചുറൽ നമ്പേഴ്സ് വരെയാണ്. ഡിഫൈൻഡ് ബൈ f of x is equal to, നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? f of x is equal to x plus 1 ആണ്. x plus 1 അതിനർത്ഥം എന്താ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x is equal to x plus 1 എന്ന ഫോർമാറ്റിലാണെന്ന്. തൊട്ട് മുന്നിൽ എങ്ങനെയായിരുന്നു? ന്യൂമറിക്കൽ ആയിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല, x plus 1 ആണ്. സോ ഇതിനെ prove that f is not an onto function. ഇവര് onto അല്ല എന്ന് കാണിക്കണം എന്നതാണ് ചോദ്യം. onto അല്ല എന്നാണ് കാണിക്കേണ്ടത് അല്ലേ? സോ onto ന്റെ കണ്ടീഷൻ എന്താണ്? ഒരു ഫംഗ്ഷൻ onto ആയിരിക്കണമെങ്കിൽ എന്താണ്? എല്ലാത്തിനും മാപ്പിംഗ്
വരില്ല. പക്ഷെ മാപ്പിംഗ് ഒന്നിൽ കൂടുതൽ മാപ്പിംഗ്സ് ഒക്കെ ആവാം അല്ലെ, ഒന്നിൽ കൂടുതൽ ഇമേജ്. പക്ഷെ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് വേണം അല്ലെ, രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് വേണം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഗ്രാഫ്, നമ്മൾ ഇങ്ങനത്തെ ജസ്റ്റ് ഒരു മാപ്പിംഗ് വരച്ചു എന്ന് വിചാരിക്കാം. ഇത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് അല്ലേ? അല്ലേ? ആണ്. സോ ഇവിടെ ഞാൻ 1 എഴുതി, 2 എഴുതി, 3 എഴുതി, 4 എഴുതി. ഓക്കെ, അപ്പൊ 2 എടുക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, 2 എടുക്കാണെന്ന് നമ്മൾ വിചാരിക്കാം. 2 എടുത്തു കഴിഞ്ഞ് ഞാൻ എക്സിന് 2 ഇട്ട് കൊടുത്തു അല്ലെ, ഇവിടെ എക്സിന് 2 ഇട്ട് കൊടുത്തു. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അപ്പൊ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 2 + 1 ആയില്ലേ, 3 ആയില്ലേ. സോ ഇവിടെ 3 വന്നു. സോ ഇതിന് ഇങ്ങനെ മാപ്പിംഗ് വരും അല്ലെ. അടുത്തത് 3 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു എക്സിന് 3 ഇട്ട് കൊടുത്തപ്പോൾ 3 + 1 4 ആയി. സോ ഇവിടെ 4. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ മാപ്പ് ചെയ്യാം അല്ലെ. 4 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് 4 ഇസ് ഈക്വൽ ടു 4 + 1 ഇസ് ഈക്വൽ ടു 5. സോ ഇവിടെ 5 നമുക്ക് ഇങ്ങനെ മാപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ 1 എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട് അല്ലെ. 1 എന്ന് പറഞ്ഞ ആള് നമുക്ക് ഒരിക്കലും ഇതിന്റെ മുന്നിൽ ഒരു സെറ്റില് 1ന് ഇവിടെ നമ്മൾ 1 ഇട്ട് കൊടുക്കാത്തതിന് മുന്നിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 0 എന്ന് പറഞ്ഞ എലമെന്റിൽ നമുക്ക് ഒരിക്കലും ഇതിവിടെ മാപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? 0 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ പെടില്ലല്ലോ. 0 നാച്ചുറൽ നമ്പേഴ്സിൽ പെടുവോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ 1ന് പ്രീ ഇമേജ് ഉണ്ടാവില്ല. ഓക്കെ അല്ലെ, പ്രീ ഇമേജ് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? എല്ലാത്തിനും ഇവിടെ പ്രീ ഇമേജ് വേണം. പ്രീ ഇമേജ് ഉണ്ടെങ്കിലല്ലേ ഓൺ ടു ആവുള്ളൂ. നമ്മുടെ പ്രീ ഇമേജ് കിട്ടിയിട്ടില്ലല്ലോ, ഒരു എലമെന്റിന് കിട്ടിയിട്ടില്ലല്ലോ. സോ therefore f is not on to. on to അല്ല എന്ന് പ്രൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മൾ on to അല്ല എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതാം കേട്ടോ. ഞാൻ പറയുന്ന അതേ ക്വസ്റ്റ്യൻസ് അതേപടി പഠിച്ചിരുന്നിട്ട് എഴുതാതെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചിട്ട് കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാമല്ലോ, നമ്മൾ ക്ലിയർ ചെയ്ത് തരുമല്ലോ. സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ ഒക്കെ വെച്ച് പഠിച്ചു തുടങ്ങണേ. ഷോ ദാറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് എഫ് ഫ്രം ഇന്റർവൽ -1, 1 to real numbers given by f of x is equal to x by x plus 2. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x is equal to x by x plus 2 ആണ്. ഇത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു ന്യൂമറിക്കൽ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ 1 1 ആണെന്നുള്ളത് മാപ്പ് ഇങ്ങനെ വരച്ചിട്ട് കാണിക്കാം. ഞാൻ പറഞ്ഞു ഇത് വേരിയബിൾ ആണ്. സോ നമുക്ക് അങ്ങനെ മാപ്പ് വരയ്ക്കാൻ പറ്റില്ല അല്ലെ. ആ കേസിൽ നമ്മൾ എങ്ങനെയാ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാ? f of x1 is equal to f of x2 ൽ നിന്ന് തുടങ്ങിയിട്ട് x1 is equal to x2 എന്ന ടേമിൽ അവസാനിക്കാൻ പറ്റുന്ന ഫംഗ്ഷനുകളെയാണ് നമ്മൾ 1 1 ഫംഗ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, f of x1 മുതൽ f of x2 ൽ നിന്ന് തുടങ്ങിയിട്ട് x1 is equal to x2 ൽ എത്തിക്കാൻ പറ്റുമാണെങ്കിൽ അതിനെ നമ്മൾ 1 1 ഫംഗ്ഷൻ എന്ന് പറയും. സോ നമുക്ക് നോക്കാമല്ലോ. നമ്മൾ ആദ്യം എന്ത് എഴുതണം? f of x1 is equal to f of x2 എന്ന് എഴുതാം. ഈസി ആണ് കേട്ടോ. f of x1 is equal to f of x2. സോ f of x എന്ന് പറഞ്ഞാൽ എന്താണ്? x by x plus 2 അല്ലേ. സോ f of x1 എന്തായിരിക്കും? x1 by x1 plus 2 ആയിരിക്കില്ലേ. x-ന് പകരം x1 ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ x1 by x1 plus 2 is equal to x2 by x2 plus 2 അല്ലേ. ആണല്ലോ. നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. അപ്പോ x1 into x2 plus 2 is equal to x2 into x1 plus 2. ഓക്കെ അല്ലേ. ഇത് ഞാൻ അങ്ങോട്ടും ഇതിന് ഇങ്ങോട്ടേക്കും ഞാൻ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x1 into x2 x1 x2 plus 2 into x1 2x1 is equal to x2 into x1 അത് നമുക്ക് x1 x2 എന്ന് എഴുതാം plus 2 into x2 2x2. ഇനി ഈ x1 x2യും ഈ x1 x2യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇനി ബാക്കി എന്താ ഉള്ളത്? 2x1 is equal to 2x2 അല്ലേ. അല്ലേ. ഈ 2യും ഈ 2യും നമ്മൾ ക്യാൻസൽ ചെയ്യാം, which implies x1 is equal to x2. സോ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ f of x1 to f of is equal to f of x2 നിന്ന് തുടങ്ങിയിട്ട് x1 equal to x2 ലേക്ക് എത്തി. അപ്പൊ സിസ്റ്റം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാമെന്ന് മനസ്സിലായി. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കൂ. വീഡിയോ പോസ് ചെയ്ത് നോക്കണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് എഴുതി ചെയ്ത് നോക്കാം. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. സോ f of x1 is equal to x2 നിന്ന് തുടങ്ങി x1 equal to x2 ലേക്ക് എത്തിക്കഴിഞ്ഞാൽ f is 1 1 അല്ലേ. 1 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഷോ ദാറ്റ് ഫംഗ്ഷൻ f from n to n, അതായത് നാച്ചുറൽ നമ്പേഴ്സ് മുതൽ നാച്ചുറൽ നമ്പേഴ്സ് വരെയാണ്, given by f of x is equal to 2x. വളരെ ഈസിയാണ്. ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. f of x എന്ന് പറയുന്നത് 2x ആണ്. is 1 1 but not on to. 1 1 ആണെന്ന് കാണിക്കണം, പക്ഷെ on to അല്ല എന്ന് കാണിക്കണം. സോ 1 1 ആണ് നമ്മൾ എങ്ങനെ കാണിക്കാം? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പോലെ അല്ലെ. f of x1 ൽ
2x f of x1 is equal to f of x2 എന്ന് തുടങ്ങിയിട്ട് x1 equal to x2 ലേക്ക് എത്തിക്കണം. സോ f of x1 equal to f of x2 തുടങ്ങി f of x1 എവിടെ എന്ന് എഴുതണം 2x1 എന്ന് എഴുതണം. which is equal to f of x2 എന്ന് പറയുമ്പോൾ 2x2 2 ക്യാൻസൽ ചെയ്തപ്പോൾ so x1 is equal to x2. ശരിയല്ലേ? ഈസി അല്ലേ? which implies f is 1. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് അല്ലേ? നമ്മുടെ അടുത്ത സബ്പാർട്ടിലേക്ക് കിടക്കട്ടെ. ഇതിനകത്ത് നെക്സ്റ്റ് എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യണം. സോ ഓൺ ടു അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഓൺ ടു ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഓൺ ടു ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? തന്നിരിക്കുന്ന ഫംഗ്ഷനെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ഓൺ ടുവിന്റെ കേസാണ് ഞാൻ പറയുന്നത്. തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ആയിട്ട് കൊടുക്കുക. അതായത് f of x ന് y ആയിട്ട് കൊടുക്കുക. സോ നമ്മുടെ f of x എന്താ 2x അല്ലേ? 2x ന് y ആയിട്ട് കൊടുത്തു. ആൻഡ് എന്നിട്ട് x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. f of x ന് y ആയിട്ട് കൊടുത്തിട്ട് x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ x is equal to y/2 അല്ലേ? ഈ into 2 എടുത്തുമ്പോൾ divided by അല്ലേ? 2 y/2 അല്ലേ? നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മുടെ സെറ്റ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് അല്ലേ? നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. y-ക്ക് ഞാനിവിടെ 1 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. y-ക്ക് 1 എന്ന് വന്നു. സോ 1/2 അല്ലേ? 1/2 എത്ര വാല്യൂ? 0.5 അല്ലേ? 0.5 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിലെ എലമെന്റ് ആണോ? അല്ലല്ലോ, ഒരു ഡെസിമൽ നമ്പർ അല്ലേ? അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് അതിനകത്ത് വരുന്ന ഈ ഇതിൽ വരുന്ന എലമെന്റുകൾ നമ്മുടെ സെറ്റിൽ വരില്ല. സോ നമ്മുടെ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. therefore f is not on to. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയാണ് ഓൺ ടുവിന്റെ കേസ് എന്ന് മനസ്സിലായില്ലേ? ഓൺ ടു ആണ്, 1 അല്ല, 1 അല്ല, ഓൺ ടു ആണ്. എങ്ങനെയാ പ്രൂവ് ചെയ്യാന്ന് മനസ്സിലായിണ്ടാവുമല്ലോ. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വൃത്തിയായിട്ട് നോക്കി വെക്കാം. അതിന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഓരോ ചാപ്റ്ററിന്റെ വീഡിയോ കഴിഞ്ഞതും നിങ്ങൾ അപ്പോൾ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, ഡൗട്ട് ഉള്ളതൊക്കെ ക്ലാരിഫൈ ചെയ്യാം അപ്പോൾ തന്നെ. ബിക്കോസ് നമുക്ക് ഇനി പെൻഡിങ് വെച്ച് ക്ലാരിഫൈ ചെയ്യാനുള്ള സമയം നമുക്കില്ല. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സെക്ഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഷോ ദാറ്റ് മോഡുലസ് ഫംഗ്ഷൻ given by f of x is equal to mod x is neither 1 nor on 2. that is 1 ഉം അല്ല on 2 ഉം അല്ല മോഡുലസ് ഫംഗ്ഷൻ നമ്മൾ പ്രൂവ് ചെയ്യണം. സോ നമുക്ക് 1 കേസ് on 2 കേസ് വേറെ നോക്കാലോ. ഈ ഒരു ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. മനസ്സിലാക്കി പഠിക്കണം, മന്ത്രം പിരിച്ച് കാര്യമില്ല. ഓക്കെ, മോഡുലസ് എന്ന് വെച്ചാൽ എന്താണ്? മോഡുലസിനകത്ത് ഏതെന്നെ വാല്യൂ കൊണ്ടിട്ടാലും അത് പോസിറ്റീവ് ആയിട്ടേ വെളിയിൽ വരുള്ളൂ. അതാണ് മോഡുലസിന്റെ അർത്ഥം. ശരിയല്ലേ? സോ ഫോർ എക്സാമ്പിൾ ഞാൻ x1നെ 1 ആയിട്ടും x2നെ -1 ആയിട്ട് കൊടുത്തു എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. ഓക്കെ, x1നെ 1 ആയിട്ടും x2നെ -1 ആയിട്ടും. സോ f of x1 എന്ന് പറയുന്നത് f of 1 ആയിരിക്കും. അതായത് മോഡുലസ് ഓഫ് 1 ആയിരിക്കും, 1 ആയിരിക്കും അല്ലെ? മനസ്സിലായോ? അതായത് f of x1, x1ന് വരും 1 എടുത്തു. സോ f of x1 എന്തായിരിക്കും? f of 1 ആയിരിക്കും. നമ്മുടെ f of 1ന്റെ f of x ന്റെ കണ്ടീഷൻ എന്താണ്? mod x അല്ലേ? സോ mod x ന് വരുമ്പോൾ എന്താണ്? 1 അല്ലേ? mod 1 is equal to 1 ആണ് അല്ലേ? ഇനി നമുക്ക് f of x2 ന്റെ കേസ് എടുത്ത് നോക്കാലോ. f of x2 is equal to f of -1 ആണ്. ശരിയല്ലേ? which is equal to mod of -1 which is equal to 1. നിങ്ങൾ ഒന്ന് തന്നെ നോക്കുക. നമ്മുടെ f of x1 ഉം f of x2ക്കും ഒരേ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? എന്തതിനർത്ഥം? രണ്ടിനും ഒരേ വാല്യൂ ആണ്. അതായത് ഇവിടെയുള്ള രണ്ട് എലമെന്റിന് ഒരേ മാപ്പിംഗ് ആണെന്ന് അർത്ഥം. മനസ്സിലായോ? ഇവിടെയുള്ള രണ്ടെണ്ണത്തിന്, ഇവിടെയുള്ള രണ്ടെണ്ണം ഏതൊക്കെയാണ്? -1 ഇട്ട് കൊടുത്താലും 1 ഇട്ട് കൊടുത്താലും കിട്ടുന്ന ഉത്തരം 1 ആണ്. അങ്ങനെ പാടുവോ? 1 അങ്ങനെ ഒരു ഉത്തരം കിട്ടാൻ പാടുവോ? രണ്ടിനും ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ് കിട്ടണ്ടേ? കിട്ടിയില്ലല്ലോ. രണ്ടിനും കോമൺ ആയിട്ട് ഒരെണ്ണല്ലേ കിട്ടിയല്ലോ. അർത്ഥം മനസ്സിലായില്ലേ? സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തല്ല? നോട്ട് 1 അല്ല. ആൻഡ് അടുത്തത് എടുക്കാണ് നമ്മുടെ ഓൺ ടുവിന്റെ കേസ്. ഓൺ ടുവിന്റെ കേസ് എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് വേണം എന്നതായിരുന്നു അല്ലെ? അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കാം. രണ്ടാമത്തെ സെറ്റിൽ -1 ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ അല്ലെ? രണ്ടാമത്തെ സെറ്റിൽ -1 ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാം. രണ്ടാമത്തെ സെറ്റിൽ -1 ഉണ്ടാവുമല്ലോ. ബിക്കോസ് തന്നിരിക്കുന്ന സെറ്റ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. റിയൽ നമ്പേഴ്സിന് പ്ലസ് വരും, മൈനസ് വരും, 0 വരും, എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് വരും. സോ നമ്മുടെ -1 അടങ്ങിയിരിക്കുന്ന സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ -1ൽ എന്തുണ്ടാവില്ല? ഒരിക്കലും പ്രീ ഇമേജ് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ബിക്കോസ് നമ്മുടെ മോഡുലസ് ആണ്, പോസിറ്റീവ് വാല്യൂസേ വരുള്ളൂ അല്ലേ? സോ ഇതിന് എന്തുണ്ടാവില്ല? നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും ഇവിടെയൊക്കെ ഉണ്ടാവുക. ബിക്കോസ് തന്നിരിക്കുന്ന സെറ്റ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. സോ ഇതിന് പ്രീ ഇമേജ് ഉണ്ടാവില്ല. സോ ഇത് എന്തല്ല? അപ്പോ പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഓൺ ടു ആവുള്ളൂ. രണ്ടാമത്തെ സെറ്റിൽ പ്രീ ഇമേജ് വേണമല്ലോ. ഇവിടെ പ്രീ ഇമേജ് കിട്ടില്ല. ബിക്കോസ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. പോരാത്തതിന് നമ്മുടെ മോഡുലസ് ആണ്, പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. മൈനസ് നമ്പേഴ്സിന് ഇമേജ് ഉണ്ടാവില്ല. ശരിയല്ലേ? സോ ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് f is not on to. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. സോ മീനിങ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പഠിക്കാൻ. നമ്മളിപ്പോ
ആറ് ക്വസ്റ്റ്യൻസും മറ്റും നോക്കിയിട്ട് ഈ 6 ക്വസ്റ്റ്യൻസും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് ഇൻവേഴ്സ്. ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ തന്നെ ഇൻവേഴ്സും കോമ്പോസിഷനും അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു അല്ലെ. സോ ഇൻവേഴ്സിലേക്ക് കിടക്കാം. ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ്, ഫോർ എക്സാമ്പിൾ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x plus 3 divided by 6x minus 4 ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ പ്രൊസീജിയർ ഉണ്ട്. ഞാൻ പറയുന്നത് വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ആക്കി കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ടുള്ളത് ഞാൻ ബാക്കി പറഞ്ഞുതരാം. തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ആയിട്ട് കൊടുക്കാമല്ലോ. അപ്പോ 4x plus 3 divided by 6x minus 4നെ y ആക്കി കൊടുത്തു അല്ലെ. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ അല്ലെ. 4x plus 3 is equal to y into 6x minus 4 അല്ലേ. അപ്പോ 4x plus 3 is equal to y into ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്തായി? 6xy minus 4y ആയില്ലേ? ആയി. നമുക്ക് x ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? സോ x ഉള്ള ടേമുകളെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകണം അല്ലെ. x ഉള്ള ടേമുകളെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വിചാരിക്കുക. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഈ 4y ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാലോ. എന്നിട്ട് ഈ 4x ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അല്ലെ. അപ്പൊ 4y plus 3 ആയി. കാര്യം ഇവിടെ മൈനസ് 4y ആണ്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് 4y. അപ്പൊ 4y plus 3 is equal to 6xy minus 4x. ശരിയല്ലേ? ഇനി നമുക്ക് 4y plus 3 is equal to ഈ രണ്ട് ടേംസിൽ നിന്നും x കോമൺ ആയിട്ട് പുറത്തെടുക്കാം. x കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് വരും? 6y minus 4 എന്ന് വരും. ഓക്കെ അല്ലെ? ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? x കണ്ടുപിടിക്കണം. സോ കണ്ടുപിടിക്കേണ്ട സാധനം തുടരുത്, അത് അവിടെ തന്നെ വെക്കണം. നമുക്ക് ഈ ടേം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്തായി? 4y plus 3 is divided by 6y minus 4 is equal to x. ഇതല്ല ഫൈനൽ ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? f ഇൻവേഴ്സ് ഓഫ് x എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിന്റെ x-ന്റെ അവിടെ y-ന്റെ അവിടെയൊക്കെ x ആക്കി എഴുതണം. അത്രേ ഉള്ളൂ. y ഒക്കെ മാറ്റി x ആക്കി എഴുതണം. അങ്ങനെ എന്താവും? അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഉണ്ടാവും 4y plus 3 എന്തായി? 4x plus 3 divided by 6y minus 4 എന്തായി? 6x minus 4. ഇതാണ് ഇൻവേഴ്സ് ഓഫ് f of x is equal to 4x plus 3 by 6x minus 4. ഇൻവേഴ്സ് മനസ്സിലായില്ലേ? ഇതെങ്ങനെ ചെയ്യാന്ന് മനസ്സിലായില്ലേ? ശ്രദ്ധിച്ച് കേൾക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും തന്നിരിക്കുന്ന ആൻസറും ഒരേ ആൻസർ ആണ്. സോ തെറ്റിയെന്നൊന്നും വിചാരിക്കേണ്ട, സമം ഉത്തരം അത് തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻവേഴ്സിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് നമ്മുടെ അടുത്ത കോമ്പോസിഷന്റെ ഫംഗ്ഷൻ നോക്കാം. ഇൻവേഴ്സ് ഈസി അല്ലേ? സോ കോമ്പോസിഷനിലേക്ക് കിടക്കാം കേട്ടോ. കോമ്പോസിഷൻ ഓക്കെ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8x ക്യൂബ്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x raised to 1/3. ഓക്കെ, ഈ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കണം. കോമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും കണ്ടുപിടിക്കണം. സോ അത് നമുക്ക് എഫ് കോമ്പോസിഷൻ ജി കണ്ടുപിടിക്കാം. എഫ് കോമ്പോസിഷൻ ജി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. എന്താ ഇക്വേഷൻ? എഫ് കോമ്പോസിഷൻ ജി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സിന്റെ അവിടെ ജി ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്താ ജി ഓഫ് എക്സ്? എക്സ് റേസ് ടു 1/3 അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സിന് പകരം എക്സ് റേസ് ടു 1/3. എഫ് ഓഫ് എക്സിന് പകരം എക്സ് റേസ് ടു 1/3. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്തും എക്സ് റേസ് ടു 1/3 ഇട്ട് കൊടുക്കണ്ടേ? അതായത് 8x ക്യൂബിന്റെ എക്സിന്റെ അവിടെ എക്സിന് പകരം എക്സ് റേസ് ടു 1/3 ഇട്ട് കൊടുക്കണം അല്ലെ? സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? 8x raised to 1/3 ക്യൂബ്. എക്സിന് പകരം ഞാൻ ഇവിടെ എക്സ് റേസ് ടു 1/3 ഇട്ട് കൊടുത്തു അല്ലെ? ഈ 3യും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇക്വേഷൻ എന്തായി? 8x ആയി. നമ്മുടെ ആൻസർ 8x ആണ്. സോ എഫ് കോമ്പോസിഷൻ ജി ഇസ് ഈക്വൽ ടു 8x എന്ന് എഴുതി. സോ ജി കോമ്പോസിഷൻ എഫ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇതേപോലെ തന്നെയാണ്. ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സിന് പകരം എന്താണ്? 8x ക്യൂബ് ഇട്ട് കൊടുക്കുക അല്ലെ? ഇനി എക്സ് ജി ഓഫ് എക്സിന് പകരം 8x ക്യൂബ് ആണ്. ജി ഓഫ് എക്സിന് പകരം 8x ക്യൂബ് ഇട്ട് കൊടുക്കണം. സോ നമ്മുടെ ഇക്വേഷൻ എക്സിന് പകരം 8x ക്യൂബ് ഹോൾ റേസ് ടു ഇവിടെ എന്തുണ്ട്? 1/3 ഉണ്ട്, ശരിയല്ലേ? സോ നമുക്ക് ഇൻഡിവിജ്വലി ക്യൂബ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇൻഡിവിജ്വലി ക്യൂബ് അപ്ലൈ ചെയ്യുമ്പോൾ 8 റേസ് ടു 1/3 എന്നും x ക്യൂബ് എന്ന റേസ് ടു 1/3 എന്നും വരും. ഒന്നുമല്ല, ഈ 1/3 രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു, അത്രേ ചെയ്തത്. ഈ 8 റേസ് ടു 1/3 എന്ന് പറയുന്ന സാധനം എന്താണ്? 8നെ നമുക്ക് എങ്ങനെ എഴുതാം? എന്തിന്റെ ക്യൂബായിട്ട് എഴുതാം?
2ന്റെ ക്യൂബ് ആയിട്ട് എഴുതി കൂടെ? 8നെ 2 ക്യൂബ് എഴുതി കൂടെ? 2 ക്യൂബ് റേസ് ടു 1/3 ഇൻറ്റു ഈ 3 ഈ 3 ക്യാൻസൽ ആയി. സോ ഇവിടെ x മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 ഈ 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്ര വരും? 2x വരും. ഇതാണ് നമ്മുടെ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചെയ്ത് നോക്കണം. ഈസിയാണ്, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? നമ്മൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമല്ലോ. അടുത്തത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് 5x മൈനസ് 2. ഓക്കെ, നമുക്ക് ആദ്യം എഫ് കോമ്പോസിഷൻ ജി കണ്ടുപിടിക്കാം. എഫ് കോമ്പോസിഷൻ ജി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കാം? മോഡ് 5x മൈനസ് 2 കൊടുത്തൂടെ? കൊടുക്കാമല്ലോ. അപ്പോ എഫ് ഓഫ് എക്സിന് പകരം മോഡ് 5x മൈനസ് 2 ആണ്. സോ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എക്സിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കണം? മോഡ് 5x മൈനസ് 2 എന്നിട്ട് കൊടുക്കണം. കാരണം എക്സിന് പകരമാണ്. സോ വലിയൊരു മോഡ് ഉണ്ട്, എക്സിന് പകരം എന്തിട്ട് കൊടുത്തു? മോഡ് 5x മൈനസ് 2 കൊടുത്തു. സോ ഡബിൾ മോഡ് വന്നു. അപ്പൊ നമുക്ക് ഡബിൾ മോഡിന്റെ ആവശ്യമില്ല, നമുക്ക് ഒരു മോഡ് ഇട്ടാലും മതി. ഓക്കെ, അപ്പൊ മോഡ് 5x മൈനസ് 2 എന്ന് എഴുതിയാൽ നമ്മുടെ ആൻസർ ശരിയാണ്. സംഭവം അർത്ഥം മനസ്സിലാക്കി പഠിക്കാട്ടോ. കോമ്പോസിഷൻ വളരെ വളരെ ഈസിയാണ്. അടുത്തതിലേക്ക് കിടക്കട്ടെ, ദാറ്റ് ഈസ് നമ്മുടെ ജി കോമ്പോസിഷൻ എഫിലേക്ക് കിടക്കട്ടെ. ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്താ? മോഡ് എക്സ് അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സിന് പകരം മോഡുലസ് ഓഫ് എക്സ് ആണ് അല്ലെ? ജി ഓഫ് എക്സിന് പകരം മോഡ് എക്സ് ആണ്. സോ ജി ഓഫ് ഇവിടത്തെ എക്സിന് പകരം മോഡ് എക്സ് ഇട്ട് കൊടുക്കുക. മോഡ് 5 എക്സിന് പകരം മോഡ് എക്സ് മൈനസ് 2. ഇതാണ് ജി കോമ്പോസിഷൻ എഫിന്റെ ആൻസർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കോമ്പോസിഷന്റെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. f of x is equal to x minus 1 by x minus 3 and g of x is equal to x minus 3 by x minus 1. ആദ്യം നമുക്ക് എഫ് കോമ്പോസിഷൻ ജി കണ്ടുപിടിക്കാമല്ലോ. എഫ് കോമ്പോസിഷൻ ജി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സിന് വരെ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാമല്ലോ. എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 ഇട്ട് കൊടുത്തു. സോ എഫ് ഓഫ് എക്സിന് പകരം എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 ആണ്. സോ നമ്മുടെ ചോദ്യത്തിലുള്ള എക്സിന് പകരം എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 ഇട്ട് കൊടുക്കാം. സോ വൃത്തിയായിട്ട് ഇട്ട് കൊടുക്കണം, ശ്രദ്ധിക്കണം, തെറ്റരുത്. എക്സിന് പകരം ആദ്യം എക്സ് മൈനസ് 1ൽ എക്സിന് പകരം എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 ഇട്ട് കൊടുത്തു. മൈനസ് ഇവിടെ എന്തുണ്ട്? 1 ഉണ്ട്. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3ൽ എക്സിന് പകരം എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 ഇട്ട് കൊടുക്കുക. മൈനസ് ഇവിടെ ഒരു 3 ഉണ്ട് അല്ലെ? ഇത് നമുക്ക് ക്രോസ് ചെയ്യാലോ, ക്രോസ് ചെയ്യാം അല്ലെ? 1 ഇൻറ്റു എക്സ് മൈനസ് 3 എത്രയാ? എക്സ് മൈനസ് 3 മൈനസ് ഇവിടെ ഒരു 1 ഉണ്ട് ഓൾറെഡി. 1 ബ്രാക്കറ്റിനകത്ത് എക്സ് മൈനസ് 1 അല്ലെ? എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു 1. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് 1 എന്താ? എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു എക്സ് മൈനസ് 3 എത്രയാണ്? എക്സ് മൈനസ് 3 മൈനസ് ഇവിടെ ഒരു 3 ഉണ്ട് ശരിയല്ലേ? ബ്രാക്കറ്റിനകത്ത് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു 1 എക്സ് മൈനസ് 1. ഈസി അല്ലേ? ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലെ? സ്റ്റെപ്പ് വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. എക്സ് മൈനസ് 3 മൈനസ് എക്സ് പ്ലസ് 1 ഒന്നും ചെയ്തിട്ടില്ല. ഈ മൈനസ് ഇവിടെ ബ്രാക്കറ്റ് വെച്ച് ഓപ്പൺ ചെയ്തു. ഡിവൈഡഡ് ബൈ ഇവിടെ ആണെങ്കിലോ എക്സ് മൈനസ് 3 മൈനസ് 3x പ്ലസ് 3 എന്ത് ചെയ്തു? മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എക്സ് മൈനസ് 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 3. അങ്ങനെയാണ് പ്ലസ് 3 ആയത്. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കൂ, ഈ എക്സും ഈ മൈനസ് എക്സും എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കി എന്താണത്? മൈനസ് 3 പ്ലസ് 1 അല്ലേ? മൈനസ് 3 പ്ലസ് 1 എന്താ? മൈനസ് 2 അല്ലേ? മൈനസ് 2 ഡിവൈഡഡ് ബൈ ഇവിടെ ഈ മൈനസ് 3യും ഈ പ്ലസ് 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? ഈ മൈനസ് 3യും ഈ പ്ലസ് 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും? എക്സ് മൈനസ് 3x എന്ന് വരും. എക്സ് മൈനസ് 3x ഒരു എക്സിൽ നിന്ന് 3x മൈനസ് ബാക്കി എന്താണത്? മൈനസ് 2x ആണുള്ളത്. മൈനസ് 2x അല്ലെ? അപ്പൊ ഈ മൈനസ് 2യും ഈ മൈനസ് 2യും നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ നമുക്ക് ആൻസർ എത്ര വരിക? 1/x എന്ന് വരും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? എഫ് കോമ്പോസിഷൻ ജിന്റെ ആൻസർ 1/x ആണ്. ഓക്കെ അല്ലെ? ഇനി ജി കോമ്പോസിഷൻ എഫ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇത്രയും നമ്മൾ കോമ്പോസിഷനും ഇൻവേഴ്സും ഈ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിച്ചല്ലോ. സോ ജി കോമ്പോസിഷൻ എഫ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാവുന്നതല്ലേ ഉള്ളൂ. വളരെ ചെറിയൊരു ആൻസർ ആണ്. സോ ആൻസർ ചെയ്യാം. അത്രയും തെറ്റിയാലും ശരിയാണെങ്കിലും വാട്ട് എവർ എന്താണെങ്കിലും നമ്മുടെ കമന്റിൽ താഴെ ഇടാം. ഓക്കെ, കറക്ഷൻ ഉണ്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും. സോ നിങ്ങൾ ഇനിയും വർക്ക്ഔട്ട് ചെയ്യുക. ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത്
വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, സ്റ്റുഡൻറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചോദിക്കും. സോ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് കഴിഞ്ഞു. എല്ലാ ഫോക്കസ് ഏരിയ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഫർദർ വീഡിയോസ് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.